സാർ ഇപ്പേ നമ്മളിപ്പോ മറ്റു ഭാഷകൾ സംസാരിക്കുമ്പോൾ ഹിന്ദി ആണെങ്കിലും തമിഴ് ആണെങ്കിലും കന്നഡ ആണെങ്കിലും ഇപ്പൊ അറബി ആണെങ്കിലും നമ്മൾ ഭാഷ പഠിക്കാൻ ആ ഭാഷയുടെ ഗ്രാമർ അല്ലല്ലോ ആദ്യമേ പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡിക്ഷണറി എടുത്ത് പഠിക്കലല്ലോ ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലീഷിന് മാത്രം എന്തിനാണ് നമ്മൾ ആദ്യം ഗ്രാമർ ഒക്കെ പഠിക്കുന്നത്? സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ല എന്താന്നുള്ളത്. എനിക്കറിയാൻ പാടില്ല. ഭൂമിയിലുള്ള 7500 ഭാഷകളിലും ഭാഷ സംസാരിക്കേണ്ട ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ലിസൺ ആൻഡ് റിപ്പീറ്റ് ആണ്. അല്ലെ? നീ മലയാളം അങ്ങനല്ലേ പഠിച്ചിട്ടുള്ളത് അല്ലേ? പിന്നെ ഇതിന്റെ ഇംഗ്ലീഷിൽ മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇംഗ്ലീഷ് കേട്ടിട്ട് തിരിച്ചു പറയേ. അല്ലാണ്ട് ഇതിന് ഈ ടെൻസ്, ഗ്രാമർ, പാർട്സ് ഓഫ് സ്പീച്ച്, പാസീവ് വോയിസ് ഒക്കെ പഠിച്ചിട്ട് സംസാരിക്കാൻ നിൽക്കണേ അതൊന്നും വർക്കാവില്ല. നമ്മളെ മലയാളത്തില് ലോകത്തിലേക്ക് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മലയാളത്തിൽ പറഞ്ഞിട്ടില്ല നീ സാധനം എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സമ്പതിക തൽപുരുഷൻ ബഹുർവിഹി ശാർദൂല വികൃത നദോന്നത ഗാഗളി കേക വിഭക്തി കർത്താവ് കർമ്മം ക്രിയ ധാതു പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ എന്തിനാണ് അതുപോലും പഠിച്ചിട്ടില്ല മാതൃഭാഷയിൽ. പിന്നെ ഇന്ന് കണ്ട ഭാഷയില് നമ്മളെന്തിനാ ഇംഗ്ലീഷ് സംസാരിക്കണേ? നമ്മൾ സംസാരിച്ചിട്ട് 10 രൂപ പോക്കറ്റിൽ വീഴണം, ഇത്രയുള്ള ആവശ്യമുള്ളൂ. അതിന് തന്നെ എഴുത്തും വായനയും പോലും പഠിക്കണം. ഞാൻ പറഞ്ഞേ, എഴുതാനും വായിക്കാനും പോലും പഠിക്കരുത്. ഇവിടുത്തെ ബംഗാളികൾ മലയാളം പഠിക്കുന്നത് എഴുത്തും വായന ഇട്ടാണല്ലോ. പണ്ടത്തരം